അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആവശ്യപൂർത്തീകരണത്തിന് ഉദ്ദേശ സാഫല്യത്തിന് സൂറത്ത് യാസീൻ ചില ആയത്തുകൾ ആവർത്തിച്ചോതുന്നത് അതിമഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. അത്ഭുതകരമായ ഫലം, വളരെ പെട്ടെന്ന് ആവശ്യം നിറവേറൽ എന്നിവയ്ക്ക് ഇങ്ങനെ സൂറത്ത് യാസീൻ ഓതി നോക്കൂ. അതായത് സുബഹി നമസ്കാരത്തിന് ശേഷം 4 തവണ യാസീൻ ഓതുക. എങ്ങനെയാണെന്നല്ലേ? ഓരോ തവണയും യാസീൻ എന്നത് 7 തവണ ആവർത്തിക്കുക. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ എന്ന ആയത്തെത്തുമ്പോൾ 14 തവണ ആവർത്തിച്ചോതുക. സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ 7 തവണ ആവർത്തിച്ചോതുക. തുടർന്ന് അവലൈസല്ലദീ ഖലഖസ് സമാവാതി എന്ന ആയത്തെത്തുമ്പോൾ 12 തവണ ആ ആയത്ത് ആവർത്തിച്ചോതുക. ശേഷം സൂറത്ത് പൂർത്തിയാക്കി ഓതുക. പിന്നീട് ഫാത്തിഹ 1 തവണ ഓതുക. ശേഷം മുഖ്യമായ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുക. ഉത്തരം ലഭിക്കും, തീർച്ചയാണ്. പിന്നെ ഒരു കാര്യം, അത്യാവശ്യ കാര്യത്തിനല്ലാതെ ഇത് ഉപയോഗിക്കരുത്. കാരണം ഇതിൽ ഇസ്മുൽ അഅ്ളം ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നു. ഈ യാസീൻ്റെ ദുആ ബർക്കത്ത് കൊണ്ട് റബ്ബേ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാടുണ്ട് റബ്ബേ. അവർക്ക് ആ കടം വീടാൻ ഹലാലായ മാർഗത്തിലുള്ള വഴി ഒരുക്കി കൊടുക്കണേ നാഥാ. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഞാൻ എന്തൊക്കെ സൂറത്ത് ഓതിയാലും ഏതൊക്കെ ദിക്ർ ചൊല്ലിയാലും എനിക്ക് ഫലം കിട്ടുന്നില്ലെന്ന്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആത്മാർത്ഥത കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രവർത്തനങ്ങളിലെല്ലാം പരമാവധി സൂക്ഷ്മത പുലർത്തുകയും വേണം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന തഹജ്ജുദ് നമസ്കാരം പരമാവധി മുടങ്ങാതിരിക്കുക. അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം തേടുക. നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.